കൊച്ചി പോലെ ദേ കോട്ടയവും നല്ല തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ലുലു മാൾ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് ബസ്സിൽ പോകുമ്പോൾ കാണുന്നതല്ലാണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് കയറാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ അപ്പോൾ ഒരു ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നപ്പോഴത്തേക്ക് പാവത്തിൻ്റെ റെസ്റ്റ് പോലും ചെയ്യാൻ വിടാതെ ഞങ്ങൾ പെട്ടെന്ന് വലിച്ചടിച്ച് ലുലു മാളിലേക്ക് കൊണ്ടുപോയി. നല്ല പാർക്കിംഗ് സൗകര്യം വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കൊണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കെട്ടിടത്തിലോട്ട് എത്തിപ്പെടാനായിട്ട് എന്നുള്ള സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കവാടത്തേക്ക് കീക്കിയൊക്കെ കേട്ട് നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് കൊള്ളാം കേട്ടോ. ഓവറോൾ നമ്മുടെ കൊച്ചിയുടെ അത്രയും വലിപ്പമൊന്നുമില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് നിറച്ച് ഷോപ്പുകളായിരുന്നു. ഹൈപ്പറാണ് കേട്ടോ താഴത്തെ ഫ്ലോറിൽ മെയിനായിട്ട് നമ്മൾ കയറി വന്ന് കാണുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കയറി ഇപ്പോൾ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല, നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ പോയില്ല. പിന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങിനായിട്ട് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. നേരെ നമ്മൾ പോയ മുകളിലോട്ടാണ്. അവിടെയാണ് ഫാഷൻ സ്റ്റോറും ഫഞ്ചൂറയും കാര്യങ്ങളും പിന്നെ ഫുഡ് കോർട്ട് എല്ലാം ഉള്ളത്. മെയിൻ ഫ്ലോറാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഫാഷൻ സ്റ്റോറിലായിരുന്നു കേട്ടോ. ഞാൻ ലുലുവിൽ 2019 നമ്മൾ നേഴ്സിംഗ് കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞെന്നല്ല, കളഞ്ഞിട്ട് പോകുന്ന ടൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ് നേരെ പോയത്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫാൻസി സാധനങ്ങൾ, അത് ബാഗ്, കൊട, മേക്കപ്പ് പ്രോഡക്റ്റ്സ് അതൊക്കെ നോക്കി. ഭയങ്കര വിലയായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വന്നത് ഫഞ്ചൂറയിലോട്ടാണ്. അവിടെ വന്നിട്ട് എന്തെന്നറിയാതെ കുഞ്ഞിപ്പാറുവും എന്തെന്നറിയാതെ ശങ്കരൻ റൈറ്റ് സൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 600 750 മറ്റോ ആണ് കേട്ടോ ഒരു കാർഡിന്. അപ്പോൾ അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റൈറ്റ് സൈഡിലും ആ ഒരു കാർഡിൻ്റെ പൈസ തീരുന്നവരെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. 100 രൂപയുടെ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാർഡ് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഞാൻ ചിക്കനിൽ നിന്ന് ചങ്കുട്ടിക്ക് ഇത് ഫ്രൈഡ് ചിക്കൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് മേടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ മോമോസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ തിന്നുന്നത്. അപ്പോൾ അവന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ KFCയിൽ എപ്പോഴും വലിക്കും, പക്ഷെ നമ്മളങ്ങനെ കയറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളിയുടെ കൊതിയല്ലെന്ന് ഓർത്ത് എല്ലാവരും കഴിക്കാനാണ്. അപ്പോൾ അവന് നമുക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് ഇങ്ങനെ അവർ തിന്നുന്ന സാധനം തിന്നണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കഴിപ്പിച്ചാണ്. പിന്നെ മോമോസ് ഞാൻ ഇന്നേ വരെ തിന്നാത്തതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് ഓർത്തിട്ട് അത് ചെയ്തതാണ്. അങ്ങനെ അത് അവിടെ നിന്ന് തിന്നാൻ പറ്റിയില്ല, കാരണം ഇറങ്ങിയപ്പോൾ തന്നെ നട്ടപ്പാതിരിയായി. പിന്നെ അത് പാഴ്സലാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് കുഞ്ഞിപ്പാറ് നേരം വൈകിക്കാൻ മനഃപൂർവ്വം നടക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നട്ടപ്പാതിരക്കറക്കം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഉടനെ വയറിന് വിളി വന്നു. മോമോസ് വെയിറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ആദ്യമായിട്ട് തിന്നാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനും ചങ്കുട്ടിയും കൂടെ കാവടി ഉള്ളിയാണ് കേട്ടോ ഇത് പൊട്ടിച്ചത്. അപ്പോൾ ആഫ്റ്റർ റിവ്യൂ എന്താണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.